Hey guys, welcome back to Naash vlogs. അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്നത് ഒരു പുതിയൊരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ്. നമ്മുടെ സാംസങ്ങിന്റെ നമ്മുടെ മോൺസ്റ്റർ ബാറ്ററി ഒക്കെ ഉള്ള ഒരു ഫോണാണ് നമ്മുടെ M31. അപ്പോൾ നമുക്ക് ജസ്റ്റ് ആ ഒരു M31 ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇതാണ് നമ്മുടെ M31. അപ്പം ഈ ഒരു ഫോണിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബാറ്ററി ബാക്കപ്പ് ഒക്കെ അടിപൊളി ബാറ്ററി ബാക്കപ്പും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബോക്സ് എന്ന് പറഞ്ഞാൽ അടിപൊളി ഒരു ബോക്സിലാണ് വരുന്നത്. നമുക്ക് ഒരു M31 എന്നുള്ളൊരു ബാഡ്ജിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല കളർഫുൾ ഒരു ബോക്സിലായിട്ടാണ് ഈ സാംസങ്ങിന്റെ ഫോൺ. അപ്പൊ ഗൈസ്, നമുക്ക് ഈ ഒരു ഫോൺ, ഈ ഒരു മോൺസ്റ്റർ ഫോൺ നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ ഗൈസ്, നമുക്ക് ഈ ജസ്റ്റ് ഫോണൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നമ്മൾ അടിപൊളി ഒരു ഗ്രാഫിക്സ് ഒക്കെയാണ് നമ്മുടെ ഈ ഫോണിനകത്ത് വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതൊന്ന് അൺബോക്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കണ്ടേ ഇതിനകത്തൊരു ബോക്സ്, ഒരു പൗച്ച് വരുന്നുണ്ട്. ഇത് നമ്മുടെ യൂസർ ഗൈഡ്, അതേപോലെ തന്നെ നമുക്ക് വാറണ്ടി കാർഡും കാര്യങ്ങളൊക്കെ ആയിട്ടൊരു പൗച്ച് നമുക്ക് വരുന്നുണ്ട്. ട്രാൻസ്പെറൻറ്റ് പൗച്ച് നമുക്ക് സാംസങ്ങിൻ്റെ കുറേ ഫോണിനകത്തൊക്കെ നമുക്ക് കിട്ടുമായിരുന്നു. ഇപ്പം ഇതിനകത്ത് ആ ഒരു പൗച്ച് വന്നിട്ടില്ല. പിന്നെ നമുക്കിതാ ജസ്റ്റ് നമുക്കിത് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ സാംസങ് ഗാലക്സി M31 ഇതാണ് നമ്മുടെ ഒരു ഫോണ്. അടിപൊളി ഒരു കളർ തന്നെയാണ് ഈ ഒരു കളറ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഈ ഒരു ഫോണ് ഇങ്ങോട്ട് വെക്കാം. വേറെ എന്തൊക്കെയാണ് ഇതിനകത്ത് ഉള്ളതെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ USB ടൈപ്പ് C ഒരു കേബിൾ വരുന്നുണ്ട്, ഒരു ചാർജിങ് കേബിൾ വരുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഹെഡ്സെറ്റ് നമ്മുടെ നോർമൽ ജാക്ക് തന്നെ, 3.4ൻ്റെ ജാക്ക് ഹെഡ്സെറ്റ് തന്നെയാണ് വരുന്നത്. 15 വാട്ട്സിൻ്റെ ഒരു സാംസങ്ങിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജർ. ഇത് ഫാസ്റ്റ് ചാർജർ എന്ന് അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല, എന്നാലും ഒരു ഫാസ്റ്റ് ചാർജർ 15 വാട്ട്സ് ആണ്. നോർമൽ വരുന്നതിനെക്കാട്ടും കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ചാർജർ തന്നെയാണ് ഇതിനകത്ത് വരുന്നത്. പിന്നെ ഒരു സിം ഇജക്ട് ടൂളും കൂടി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്നും അല്ല നമ്മുടെ മെയിൻ സംഭവം. ഇതൊക്കെ നമുക്ക് ജസ്റ്റ് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. നമ്മുടെ മെയിൻ സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫോണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഈ ഒരു ഫോണിൻ്റെ ഫ്യൂച്ചേഴ്സിലോട്ട് നമുക്ക് പോവാം. അപ്പോൾ ഗൈസ്, നമുക്ക് ജസ്റ്റ് ഈ ഫോണൊന്ന് ഓൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ ഫോണ് ഓൺ ആയിട്ടുണ്ട്. ഗാലക്സി M31 പവേർഡ് ബൈ ആൻഡ്രോയിഡ് എന്നൊക്കെ കാണിച്ച് നമ്മുടെ ഫോണ് ഓണായി വരുന്നുണ്ട്. അപ്പോൾ ഗൈസ്, നമ്മുടെ ഫോണ് ഓണായി വന്നിട്ടുണ്ട്. നമുക്ക് നല്ലൊരു തീമൊക്കെയാണ് നമുക്ക് ഇതാണ്ട് ഓണായി വന്നപ്പോൾ കാണാനുള്ളത്. പിന്നെ നമ്മുടെ ഡിസ്പ്ലേ എന്ന് പറയുന്നത് നമുക്ക് 6.4 FHD സാമോലെഡ് ഡിസ്പ്ലേ ആണ് വരുന്നത്. വിത്ത് ഗൊറില്ല ഗ്ലാസ് 3D പ്രൊട്ടക്ഷൻ കൂടിയുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് നമ്മുടെ ഓൺ UI Core 2.0 ആണ്. ആൻഡ്രോയിഡ് 10 ആണ് ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വരുന്നത്. പ്രോസസ്സർ Exynos 9611 ആണ്. അതേപോലെ തന്നെ ഞാനിന്ന് അൺബോക്സ് ചെയ്യുന്ന ഈ ഒരു ഫോണ് നമ്മുടെ റാം 6GB ഉണ്ട്. അതേപോലെ തന്നെ 128GB റോമും വരുന്ന ഒരു മോഡലാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള സ്പെസിഫിക്കേഷനിനകത്ത് പോവാം. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ ഓവറോൾ ഒരു ലുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടിപൊളി ഒരു ലുക്ക് തന്നെയാണ് നമ്മുടെ M31 വന്നിരിക്കുന്നത്. അതേപോലെ ഈ റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് കണ്ടേ ഇവിടെ വോളിയം കൺട്രോൾ അപ്പ് ആൻഡ് ഡൗൺ, അതേപോലെ ഏതാണ്ട് ഇവിടെ പവർ ബട്ടൺ ഈ നമ്മുടെ റൈറ്റ് സൈഡിലായിട്ട് കാണാം. അതുകണക്ക് നമ്മുടെ മുകളിലായിട്ട് വോയിസ് ക്യാൻസലേഷൻ്റെ ഇത് വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് കണ്ടേ ഇവിടെ സിം എജക്റ്റഡ്, നമ്മുടെ സിം ട്രേ ഇതിനകത്ത് വന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരേ സമയം നമുക്ക് രണ്ട് സിമ്മും അതേപോലെ തന്നെ ഒരു മെമ്മറി കാർഡും യൂസ് ചെയ്യാൻ പറ്റും. മുന്നേയുള്ള ഫോൺസിലകത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഒരേ സമയം ഒരു സിമ്മും ഒരു മെമ്മറി കാർഡും യൂസ് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇത് നല്ലൊരു സ്പെസിഫിക്കേഷനാണ് എനിക്ക് എന്തായാലും തോന്നുന്നുണ്ട്. 2 സിമ്മും ഒരു മെമ്മറി കാർഡും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ഇതിൻ്റെ താഴ്ഭാഗത്തായിട്ട് നമ്മുടെ ചാർജർ USB ടൈപ്പ് C ചാർജർ, അതേപോലെ നമ്മുടെ ഹെഡ്സെറ്റ് ജാക്ക്, സ്പീക്കേഴ്സ്, മൈക്കും വരുന്നുണ്ട്. അപ്പോൾ ഗൈസ്, നമുക്ക് ഇതിൻ്റെ ബാക്ക് പോർഷനിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഏതാണ്ട് നമുക്കിതിന് വരുന്നത് കോഡ് ക്യാം ആണ് നമുക്ക് വരുന്നത്. ഇവിടെ 4 ക്യാംസ് വരുന്നുണ്ട്. 64 MB
പ്രൈമറി ക്യാം വരുന്നുണ്ട്. അത് കണക്കിന് 8 MB അൾട്രാ വൈഡ്, 5 MB ഡെപ്ത്, 5 MB മാക്രോ. പിന്നെ അതിൻ്റെ ഇവിടെ തന്നെയാണ് ഫ്ലാഷ് വരുന്നുണ്ട്. അതേപോലെ നമ്മുടെ ഇവിടെ ഇതിൻ്റെ ബാക്ക് സൈഡിലാണ് നമുക്ക് ഫിംഗർ പ്രിൻറ്റ് സെൻസർ വരുന്നത്. അപ്പോൾ ഗൈസ് നമ്മുടെ ഈ ഒരു ഫോൺ വരുന്നത് വെച്ചാൽ നമ്മുടെ മോൺസ്റ്റർ ബാറ്ററി ആയിട്ടാണ്. നമുക്ക് 6000 mAh ബാറ്ററിയാണ് നമുക്ക് ഇതിൻ്റെ ഒരു കപ്പാസിറ്റി വരുന്നത്. അതേപോലെ തന്നെ ഫാസ്റ്റ് ചാർജിങ്. ഇതൊരു ബെറ്റർ ഫോൺ തന്നെയായിരിക്കും നമ്മുടെ ഈ ഒരു M31 എന്ന് പറയുന്നത്. അത്യാവശ്യം പിന്നെ എനിക്ക് ഇതിനകത്ത് തോന്നിയെന്ന് വെച്ചാൽ ഫിംഗർ പ്രിൻ്റ് ഒക്കെ അത്യാവശ്യം നല്ലപോലെ വർക്ക് ചെയ്യുന്നുണ്ട്. അതിനൊക്കെ ഈ സാംസങ്ങിൻ്റെ ചില ഫോണിനകത്ത് നമുക്ക് ഫേസ് നമ്മുടെ ഡിറ്റൻഷൻ കുറച്ച് ഡിലേ ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. 5-6 പ്രാവശ്യം നമ്മൾ ചെയ്യുന്ന ടൈമിൽ നമുക്ക് ഇതിൻ്റെ ഒരു എന്താ പറയുന്നത് ഒരു നല്ലൊരു ക്യാച്ചിങ് ഇതിനകത്ത് ഈ ഒരു ഫേസ് ഡിറ്റക്ഷനകത്ത് എനിക്കൊരു പെർഫോമൻസ് കുറച്ചും കൂടി നല്ലപോലെ ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളാമെന്ന് എനിക്ക് തോന്നി. ഫ്ലാഗ്ഷിപ്പ് മോഡലുള്ള ഒരു നല്ലൊരു ഫോൺ തന്നെയാണ് M31 എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ ഈ അൺബോക്സ് ചെയ്ത ഫോണെന്ന് പറഞ്ഞൊരു ലേഡീസ് വേരിയൻ്റ്. മിക്കതും ഈ ഒരു കളറൊക്കെ ചൂസ് ചെയ്യുന്നത് നല്ല ലേഡീസ് ആയിരിക്കും. അപ്പം എല്ലാം കൊണ്ടും നല്ലൊരു ബാറ്ററി ബാക്കപ്പും ഒക്കെ ഉള്ളൊരു ഫോൺ തന്നെയാണ്. അപ്പം എൻ്റെ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്തുള്ളൊരു ബെല്ലൈക്കണോടെ നോക്കി കഴിഞ്ഞാലും ഞാൻ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ ആയിട്ട് ഇടുന്നതായിരിക്കും. അപ്പോൾ നെക്സ്റ്റ് വീണ്ടും ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത്. ടാറ്റാ ബൈ ബൈ.